ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് എൻ്റെ മാമൻ്റെ കല്യാണത്തിന് പോകാൻ രാവിലെ എഴുന്നേറ്റതാണേ. മമ്മി കുശി വാപ്പിച്ചു. എന്നിട്ട് എണിച്ച് അപ്പടി ഒക്കെ വരുക. ഞാൻ ഏക്കാൻ ഭയങ്കര മടിച്ചാ. ചൊങ്ങാൻ ഭയങ്കര ഇഷ്ടമാണേ. ഓ, എന്നാലും എത്ര വിഷമിച്ചാ ഞാൻ എഴുന്നേക്കണെന്നറിയാവോ. വളരെ കഷ്ടപ്പാടാണ് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. എന്നാ ചെയ്യാനാ, ഞാൻ എഴുന്നേറ്റു. ഇനി ഉടുപ്പൂരണ്ടേ, അത് ഭയങ്കര വലിയ ടാസ്കാന്നേ. ഭയങ്കര മുറുക്കമുള്ള ഉടുപ്പാന്നു. മമ്മി അത് കട്ടിലേക്ക് മുറിച്ചെടുത്തു. നല്ല ഉപ്പാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ഉപ്പ്. പറഞ്ഞിട്ട് എന്നാ കാര്യം, മുടിഞ്ഞിപ്പോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, കീറി കളഞ്ഞു. ഇനി കുളിച്ചാൻ പോവേ. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇനി മേലൊക്കെ തുടച്ച് ഉപ്പിടാൻ പോവാം. കുഞ്ഞു നിക്കരൊക്കെ ഇട്ടു പിങ്കി ഉടുപ്പായിരുന്നത്. ഡിൻ്റെ ആൻറ്റി തന്ന ഉപ്പാണേ. കണ്ണ് ഇതിന് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല. ഞാനെല്ലാം തെറ്റിച്ച് കളയും. എപ്പോഴും എൻ്റെ ഒരു സ്വഭാവം അതാ, എല്ലാം തെറ്റിച്ച് കളയും. മമ്മിച്ച് ഞാൻ ഇരട്ടി പണി കൊടുക്കും. എന്നാണേലും ഇപ്പം ആവശ്യം മമ്മി എന്നെ കാലേപ്പിച്ചൊരു വലിച്ചു. ഞാനെല്ലാം തൂത്ത് കളഞ്ഞു. പിന്നെ മമ്മി തുണി കൊണ്ട് വന്നു തൂത്ത് എല്ലാം ശരിയാക്കാനുണ്ട്. എന്നെ സുന്ദരിയാക്കാതെ കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ മാമൻ്റെ കല്യാണമല്ലേ, ഞാനല്ലേ മെയിനാ. മമ്മി ഒരു കുഞ്ഞു പൊട്ട് കുത്തി. ഇനി ഒരു കുന്നു മടുക് കുത്തും. പൊട്ട് ശരിയാക്കി. ഒന്നോടെ കളറില്ലായിരുന്നു. കുന്നു മടുക് കുത്തി. ഇനി പൗഡർ ഇടാൻ പോവാ. ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇടുവാന്ന് നല്ലതാന്നു. എന്നാ ചെയ്യാനാ, ഞാനൊരു കുന്നു വാവയായി പോയില്ലേ. എണിച്ചാട് ലിപ്സ്റ്റിക് ഒന്നും തടത്തില്ല. ഇന്നാണേലും പൗഡറൊക്കെ ഇട്ട് സുന്ദരിയാക്കി കഴിഞ്ഞപ്പം എനിക്ക് പാല് തന്നു. ഇനി പാലൊക്കെ കുടിച്ച് വയറ് നടച്ചിട്ട് കണ്ട ഒരു ഹെയർ ബാൻഡൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. സുന്ദരിയായോ ഞാൻ? എല്ലാവരും ഒന്ന് നോക്കിക്കേ. കണ്ടോ സൂ ഇട്ടേക്കണ കണ്ടോ? സാഗി ആൻറ്റി തന്ന സൂവാ. മഞ്ഞ സൂ ഒക്കെ ഇട്ട് കണ്ണാടിയിലൊക്കെ നോക്കി നാണ് സുന്ദരിയാണെന്ന് ഒപ്പ് പറ്റിയിട്ട് ഞാൻ പോവാണേ. ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ പോവാണേ. ഓട്ടോറിക്ഷ വന്നു. പയ്യെ നടന്ന് ഓട്ടോയെ കയറാൻ പോവാണേ. വലിയ ബാഗുണ്ട്. എൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഞാൻ ഓട്ടോയെ കയറിയിരുന്നു മമ്മിയുടെ മടിയിൽ. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പോവാം. ഏതാണ്ടൊക്കെ കാണാനുണ്ട്, പക്ഷെ ഞാനൊന്നും കാണുന്നില്ല. ഞാനും മമ്മീനെ തന്നെ നോക്കി ഇരിച്ചുവാ. കനാലുണ്ട്, വെള്ളമുണ്ട്, പള്ളിയുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ വീടെത്തും. എത്തിപ്പോയി ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അങ്കിള് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരുങ്ങാൻ പോയേക്കുവാ. ഞങ്ങൾ ആദ്യം ഒരുങ്ങി എത്തിയത്. ഞങ്ങളാ ഫസ്റ്റ്. എൻ്റെ മാമൻ്റെ കൂട്ടുകാരൻ ചേട്ടായി ഉണ്ടായിരുന്നു, മെൽവിൻ ചേട്ടായി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പവും കോഴിക്കറിയാന്നു. മമ്മിയും കഴിച്ചു, അമ്മയും കഴിച്ചു. എൻ്റെ അപ്പ ഓടി വന്നു. അങ്കിളിൻ്റെ കയ്യിലായിരുന്നു ഞാൻ. പിന്നെ ഞാൻ അവിടെ കിടന്നു കുറച്ച് നേരം കളിച്ചു. രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ, കളിച്ചാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ലാന്നു. പിന്നെ കുറച്ച് നേരം മമ്മിയുടെ കൂടെ അവിടെ ഇന്ന് കളിച്ചു. നേരെ നോക്കിയപ്പോൾ ദേൻ്റെ അവിടെ ഈസപ്പയുണ്ട്. ഈസപ്പനെ എല്ലാവരും കാണിച്ചു തരാവേ. കണ്ടോ, പച്ചവെട്ടം മഞ്ഞവെട്ടം മാറിയൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
പിന്നെ റോസപ്പൂവുണ്ട്, മഞ്ഞുണ്ട്, വെള്ളയുണ്ട്. എല്ലാം ഞാൻ നോക്കി നോക്കി നിന്നു. കുഞ്ഞു മാമൻ വന്നു. വലിയ മാമനെ കണ്ടില്ല, വരുമെന്ന് പറഞ്ഞു വേഗം വേഗം. പുറകിലൊരു മാല് കണ്ടു. കുഴപ്പമില്ല, അപ്പുചേച്ചി അപ്പുചേച്ചി എന്നെ എത്തും. ഞാൻ കുറേ നേരം അപ്പുചേച്ചിയുടെ കയ്യിൽ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചു. എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് ഇവിടെ, ഒത്തിരി കൂട്ടുകാരുണ്ട്. പെണ്ണുമ്മാൻ്റെ വന്നു, പുണ്യചേച്ചി വന്നു, വാവ ചേച്ചി വന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. നിരീശങ്കിൽ വന്നു. ഇതാണ് എൻ്റെ മാമൻ, ജെപ്പി മാമൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ എൻ്റെ മാമനെ ആദ്യമായിട്ടാണ് കാണണേ ഇന്ന്. നല്ല സുന്ദരനായിട്ടുണ്ട്. പോകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഞാൻ പിന്നെ ഇച്ചിരി അലമ്പൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. കുസുമ്പൊക്കെ കുത്തിയിരുന്നത്. പിന്നെ ഞാൻ ഓടിപ്പോയി വണ്ടിയെ കയറി. ഞാനല്ലേ മെയിൻ, അപ്പം ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിച്ചിട്ടുണ്ട്. ഞാൻ ഓടി വന്ന് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു. ബാക്കി എല്ലാവരും മുടങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി വേഗം തന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിൽ എത്തിയപ്പോൾ തേൻ്റെ ബിജി മമ്മ വന്ന് എന്നെ എടുത്തു. ഞാൻ ബിജി മമ്മയുടെ കയ്യിലായിരുന്നു കുറേ നേരം. പക്ഷെ ഞാൻ അപ്പടി മയക്കായിരുന്നു, എനിക്ക് വിശക്കടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഞാൻ പാല് കുടിച്ചു. വിശപ്പൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റിയും മാമനും എല്ലാവരും കൂടെ പള്ളിക്കകത്തേക്ക് വന്നു. അതിനു മുമ്പ് ഞാൻ പോയി നേർച്ച ഇട്ടായിരുന്നു കേട്ടോ. ഇവിടെ മാതാവുണ്ട്. മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ നേർച്ച ഇട്ടു. ഞാൻ ആദ്യം പോണ പള്ളിയല്ലേ, അപ്പോൾ അവിടെ നേർച്ച ഇടണ്ടേ. ഞാൻ നേർച്ചയിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ നല്ല മിടുക്കി കുഞ്ഞാന്നോ നേർച്ച ഇടാൻ. കണ്ടോ, മാമനും ഉണ്ട്, ആൻറ്റിയും ഉണ്ട്. എല്ലാവരും വന്നു. എല്ലാവരും പള്ളിക്കകത്ത് കയറി. പിന്നെ പ്രാർത്ഥനയൊക്കെയാന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ധോബിച്ചേട്ടായുടെ തോളെ കയറി. ജോബിച്ചേട്ടായി എന്നെ എത്തുകൊണ്ട് അതിലെത്തിലൊക്കെ നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അന്നേരം ദേൻ്റെ കൃപാമ്മ എടുത്ത് തന്നെ ആട്ടി ഉറക്കി. പിന്നെ ഞങ്ങൾ അമ്മാമ്മൂന്നാനായിട്ട് ഹോളിൽ പോയി. ഹോളിൽ എല്ലാവരും വന്നു. എല്ലാവരും അമ്മാമ്മ ഉണ്ട്. പിന്നെ പുറത്ത് വന്നു. വെള്ളമൊക്കെ കണ്ടു. പക്ഷെ കാണുന്നതിനിടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. മമ്മി എന്നെ എടുത്ത് ആട്ടി നടപ്പുണ്ട്. മീനച്ചിലാറിൻ്റെ മുകളിലുള്ള പള്ളിയാന്നൊക്കെ പറയണേ. പക്ഷെ ആറൊന്നും ഞാൻ കണ്ടില്ല. എല്ലാം മിന്നായം പോലെ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ഉറങ്ങി വന്നു. പിന്നെ എല്ലാ കഴിപ്പൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാമൻ്റെ കൂടെ കളിച്ചു വന്നു കുറച്ച് നേരം. മാമൻ എന്നെ ആദ്യമായിട്ട് കാണുമല്ലേ, ഞാനും മാമനെ ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പം ഞങ്ങൾ കുറേ നേരം കളിച്ച് രാത്രിയാകാറായി. ഞാൻ നന്നായിട്ട് മടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഉറങ്ങണോ കളിച്ചണോ എന്നറിയാൻ പാടില്ലാതെ ഞാൻ ഇങ്ങനെ ഇച്ചുക. എന്നാലും കുറച്ച് നേരം മാമൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ ഉറക്കാണ്. വീട്ടിൽ വന്നു, കുളിച്ചു, ഉടുപ്പ് മാറി, ഒറ്റ ഉറക്കാണ്. ഗുഡ് നൈറ്റ്.